ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയത് പാവയ്ക്ക, ക്യാരറ്റ്, സവോള, പച്ചമുളക്, പച്ച ചെമ്മീൻ ചേർത്തിട്ടുള്ള പുളി ഇട്ടിട്ടുള്ള മെഴുക്ക് വരട്ടിയാണ്. മെഴുക്ക് വരട്ടിക്ക് ശരിക്കും ക്രഷ്ഡ് ചില്ലി ഇട്ടാൽ കളർ കിട്ടൂല. എരിവ് മുളക് പൊടി തന്നെ ചേർക്കണം, കളർ വേണമെന്നുള്ളവർക്ക്. പക്ഷെ ചില സിറ്റുവേഷനിൽ ഞാൻ ഓർക്കാതെ ചതച്ച മുളക് പൊടി ഇടും. അപ്പം അതിന് ഇവിടെ നേരെ എന്നോട് ചോദിക്കാറുണ്ട്, ഇത് പറ്റിച്ച് വെച്ചേക്കണതാണോ എന്ന് കറി കാണുമ്പോൾ ചിലപ്പോൾ ഇവിടെ ചോദിക്കും. കാരണം കളർ കുറവായതുകൊണ്ട്. അപ്പം ചില സമയങ്ങളിൽ ഇടുന്നതാണ്. പിന്നെ ചില സമയങ്ങളിൽ ചതച്ച മുളക് പൊടി വേണ്ടതിന് അതും ചേർക്കാറുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ പുലർത്തുകറി ഇതാണ്, തോരനില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ സ്പെഷ്യൽ പാവയ്ക്കാണ് അമ്മ ആദ്യം വിളമ്പണത്. അപ്പം ഇടയിലേക്കാട്ടോ ആദ്യം വെക്കണേ. ഇത് ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ നമ്മുടെ പ്രേക്ഷകര്. പലരും പറയാറുണ്ട് ചെമ്മീനും പാവയ്ക്ക ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് കാണാറുണ്ട്. നാടൻ കറി അല്ലേ. നിന്റെ പ്ലേറ്റ് കൂടിയാ പിന്നെ മാറ്റിച്ച് വെക്കാട്ടോ. ഓരോരുത്തരുടെ പ്ലേറ്റിൽ വെക്കാം. പാത്രം വെക്കാൻ സ്ഥലമില്ലാത്ത കാരണം. എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ പാവയ്ക്കയും പച്ച ചെമ്മീനും ഇങ്ങനെ മെഴുക്ക് വരട്ടി. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ, അതിങ്ങനെ ചോറിൻ്റെ കൂട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കഴിക്കാനായിട്ട്. ഇപ്പോൾ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നാവിൽ വെള്ളം വരിക കേട്ടോ. എൻ്റെ ഇഷ്ടം കാരണമാണ് അമ്മ കൂടുതൽ ഇത് ഉണ്ടാക്കണേന്ന് എനിക്ക് തോന്നുന്നു. പാവയ്ക്ക കൊണ്ടുള്ള എല്ലാ ഡിഷസും എനിക്ക് ഇഷ്ടമാണ്. പാവയ്ക്ക വെറുതെ ഉലർത്തണത്, പിന്നെ പാവയ്ക്ക വറക്കണതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഒരു പൊടിക്ക് ഇഷ്ടം ഇതിനോടുണ്ട് കേട്ടോ കൂടുതൽ.